ബിസിനസ്സുകാരനിൽ നിന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ കിൻഡർഗാർട്ടൻ അധ്യാപിക ഉൾപ്പെടെ 3 പേരെ ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ശ്രീദേവി റുഡഗി, ഗണേഷ് കാലെ, സാഗർ മോർ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള മഹാലക്ഷ്മി ലേഔട്ടിൽ ഒരു പ്രീ സ്കൂൾ നടത്തിയിരുന്ന ശ്രീദേവി 2023 തന്റെ കുട്ടികളെ സ്കൂളിൽ ചേർത്തപ്പോഴാണ് ഇരയായ രാകേഷ് വൈഷ്ണവുമായി ആദ്യമായി പരിചയത്തിലാകുന്നത്. പിന്നീട് സ്കൂളുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി 2 ലക്ഷം രൂപ കടം വാങ്ങി. 2024 തിരിച്ചടവ് ഉറപ്പാക്കി. 2024 ജനുവരിയിൽ രാകേഷ് തിരിച്ചടവ് ആവശ്യപ്പെട്ടപ്പോൾ സ്കൂളിൽ ഒരു പങ്കാളിയാകാൻ ശ്രീദേവി നിർദ്ദേശിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്നു. അവരുടെ ആശയവിനിമയം കൂടുതൽ ശക്തമായതോടെ അധ്യാപികയുമായി സ്വകാര്യ ആശയവിനിമയം നടത്താൻ ഒരു പ്രത്യേക ഫോണും സിം കാർഡും വാങ്ങാൻ അയാൾ നിർബന്ധിതനായി. അയാൾ പണത്തിനായി നിർബന്ധിച്ചപ്പോൾ അധ്യാപിക പരാതിക്കാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ചുംബിച്ചു, 50,000 രൂപ ആവശ്യപ്പെട്ടു. കാലക്രമേണ ഒരു ബന്ധത്തിന് പകരമായി അവരുടെ ആവശ്യങ്ങൾ 15 ലക്ഷം രൂപയായി വർദ്ധിച്ചു. ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വന്നതോടെ സിം കാർഡ് പൊട്ടിച്ച് ബന്ധം വിച്ഛേദിക്കാൻ രാകേഷ് ശ്രമിച്ചു. എന്നാൽ മാർച്ച് 22-ന് ശ്രീദേവി ഭാര്യയെ വിളിച്ച് കുട്ടികളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പ്രീ സ്കൂളിൽ വരാൻ ആവശ്യപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ ഗണേഷ് സാഗറുമായി ബന്ധമുണ്ടെന്ന് ശ്രീദേവി ഭാര്യയോട് പറഞ്ഞു. കുടുംബത്തിനും പോലീസിനും മുന്നിൽ ഇക്കാര്യം വെളിപ്പെടുത്തുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. ഇക്കാര്യം പുറത്തു പറയാതിരിക്കാൻ 1 കോടി രൂപ ആവശ്യപ്പെട്ടു. തുടർന്ന് സംഘം രാകേഷിനെ നിർബന്ധിച്ച് കാറിൽ കയറ്റി രാജാജി നഗറിനടുത്തുള്ള മഹാലക്ഷ്മി ലേഔട്ടിലും ഗൊരഗുണ്ടെ പാളയത്തിലും വാഹനമോടിച്ചു കൊണ്ടുപോയി പണത്തിനായി നിർബന്ധിച്ചു. ഒടുവിൽ 20 ലക്ഷം രൂപയ്ക്ക് ഒത്തുതീർപ്പായി. ആദ്യം 1.9 ലക്ഷം രൂപ വാങ്ങിയ ശേഷം ഇയാളെ വിട്ടയച്ചു. മാർച്ച് 17 ശ്രീദേവി വീണ്ടും രാകേഷിനെ വിളിച്ച് 15 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ വ്യക്തമായ വീഡിയോ ചാറ്റുകൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഭീഷണികൾ സഹിക്കവയ്യാതെ അദ്ദേഹം ബംഗളൂരു CCBയെ സമീപിച്ച് പരാതി നൽകി. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.